ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അല്ല, എന്നിട്ടാണോ ശ്രീ ഗോപൻ ഇതൊക്കെ സംഭവിച്ചത്? ആരെങ്കിലും ഇന്നലെ കോടതി പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്, അവരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല സാർ. ശ്രീ പി കെ ഗോപൻ, നോക്കൂ, കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികൂല പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കെ കരുണാകരൻ രാജൻ കേസിൽ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായപ്പോൾ രാജിവെച്ചത്. അതിനുശേഷം എത്രയെത്ര മന്ത്രിമാർ, ഏറ്റവും ഒടുവിൽ 2015 സീസറുടെ ഭാര്യ ശുദ്ധയായാൽ മാത്രം പോരാ, സംശയത്തിനും അതീതയായിരിക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ കെ എം മാണി രാജിവെച്ചില്ലേ? അന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടിയില്ലേ നിങ്ങൾ? ഇവിടെ ഇപ്പോ അങ്ങനെ സംശയമോ വിദൂരമായ സൂചനയോ ഒന്നും അല്ല കോടതി നൽകുന്നത് ദേവസ്വം ബോർഡിനെ കുറിച്ച്. ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് ഖണ്ഡിതമായി കോടതി പറയുമ്പോൾ അവരെ രാജിവെപ്പിക്കുക, അവരെ പുറത്താക്കുക എന്നുള്ളതല്ലാതെ എന്താണ് കരണീയം? ഇത്രയും ആവേശകരമായി ഈ പ്രശ്നത്തെ അഭിലാഷ് ദയവായിട്ട് കാണേണ്ടതില്ല. എൻ്റെ സഹപാനലിസ്റ്റുകളുടെ പൊളിറ്റിക്സ് വെച്ച് അവർക്ക് ഇത്ര ആവേശം കൊള്ളാം. പക്ഷേ ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ അവർ പറയാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ തീർച്ചയായിട്ടും അവർക്ക് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിശദീകരണം ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇത് സർക്കാരിലേക്കോ മന്ത്രിയിലേക്കോ എത്തപ്പെട്ടു എന്നുള്ള വ്യാഖ്യാനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് 2019 വിഷയം മാത്രമല്ല, 2 ആഴ്ച കൂടി അധികം സമയം ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് പിറകോട്ട് പോകും. 1998 മുതൽ 2025 വരെയുള്ള അന്വേഷണം ഇതിൽ ബാധകമാകും. അപ്പോൾ ആരൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ആരൊക്കെയാണ് വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന് കാണാം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അതിൽ യാതൊരു മടിയും വേണ്ട. ഏതെങ്കിലും വിധത്തിൽ ഇത് ഗൗരവതരമായി ദേവസ്വം ബോർഡിനെ, നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ബാധിക്കുന്നുവെങ്കിൽ അവരവിടെ തുടരാൻ CPM അനുവദിക്കില്ല. സമയമാവട്ടെ, നമുക്കത് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് മന്ത്രിയിലേക്കോ ഗവൺമെന്റിലേക്കോ വിരൽ ചൂണ്ടി ഈ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് 3 അംഗങ്ങളെ ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുത്താൽ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടുന്ന ബാധ്യത അവർക്കാണ്. അല്ല, അതിപ്പോ തിരിച്ച് ശ്രീ രാജു പി നായരോട് ദേവസ്വം ബോർഡിന്റെ മാത്രം പ്രശ്നമാണോ? ഈ ദ്വാരപാലക പാളികൾ ഇതുപോലെ ആദ്യം കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് പത്മകുമാറിന്റെ സമയത്ത് ദേവസ്വം ബോർഡാണ്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞ് ഇമെയിൽ അയക്കുന്നത് N വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. ഇപ്പോ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ഹൈക്കോടതി പറയുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കൊണ്ടുപോകൽ നടക്കുന്നത് 2025 അന്ന് PS പ്രശാന്താണ്. ഈ 3 പേരും, ഈ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലത്ത് അവരുടെ ഇൻവോൾവ്മെന്റിൽ നടന്ന കാര്യമാണിത്. ഈ 3 പേരും നിങ്ങളുടെ പൊളിറ്റിക്കൽ നോമിനികളാണ് സാർ. അപ്പൊ പിന്നെ അതിന് രാഷ്ട്രീയമായി കൂടി മറുപടി പറയണ്ടേ? ഇത് തന്നല്ലോ പറഞ്ഞത്. നിങ്ങളിപ്പോ അവിടെ നോക്കൂ, ഇത് രാജിവെക്കണോ ഇത്ര ആവേശത്തോടുകൂടി കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോഴല്ലേ അദ്ദേഹത്തിന്റെ സഹോദരൻ 1,87,00,000 രൂപയുടെ കവർച്ച കേസിൽ പ്രതിയായി ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ശിവകുമാറിന്റെ രാജി നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു? അപ്പോൾ ഇതൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കാനൊക്കെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ അഴിമതി നടത്തി ആരെങ്കിലും സംരക്ഷിക്കുമെന്ന് CPM പ്രഖ്യാപിച്ചിട്ടില്ല. CPMന്റെ സംസ്ഥാന നേതൃത്വവും കേരള മുഖ്യമന്ത്രിയുമെല്ലാം ഇതിൽ ശക്തമായ നിലപാടെടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവ് ശ്രീ അഭിലാഷെ, അങ്ങയുടെ പത്രമായ മാതൃഭൂമി ദിനപത്രത്തിൽ ഇന്നലെ വന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ ശബരിമലയിൽ ഏത് തരത്തിലുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഇപ്പോൾ നിരീക്ഷണത്തിന് വിധേയമായിരിക്കുന്നു. അത് ഈ ദേവസ്വം ബോർഡ് കൊണ്ടുവന്നതാ. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ കമ്പനിയുമായിട്ട് ധാരണയുണ്ടാക്കി സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള അഴിമതി നടത്താതിരിക്കാൻ അവിടെ ദ്വാരപാലക ശില്പത്തിലോ അവിടുത്തെ മറ്റേതെങ്കിലും ഉപകരണങ്ങളിലോ എന്തെങ്കിലും വസ്തുക്കളിലോ ആരെങ്കിലും അനധികൃതമായി കൈവച്ചാൽ അത് തിരിച്ചറിയാനും നടപടി സ്വീകരിക്കാനുള്ള ജാഗ്രതയും ശബരിമലയിൽ ഒരു തരത്തിലുള്ള അഴിമതി നടക്കാതിരിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തവരാ. അത് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം നോക്കിയാൽ മനസ്സിലാവും അവിടെ കൊണ്ടുവന്നത് എന്താണെന്നുള്ളത്. അവിടുത്തെ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് അവിടെ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന കാട്ടുകൊള്ളയെ ഇല്ലാതാക്കാൻ വേണ്ടി എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ്? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അനധികൃത നിയമനത്തെ റദ്ദ് ചെയ്യാനെടുത്ത നിലപാട്. അതിനുശേഷം അവിടെ ശാന്തിക്കാരുടെ നിയമനത്തിൽ ഉണ്ടാക്കിയിരുന്ന ശാന്തിക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, ശാന്തി നിയമനത്തിന് പണം വാങ്ങി, ആ പണം വാങ്ങിയ ആളുകളെ ലിസ്റ്റിൽപ്പെടുത്തി നറുക്കെടുപ്പുണ്ടായിരുന്ന സമയം ഇതെല്ലാം അറുതി വരുത്തിയിട്ടും ശബരിമലയിലെ വികസനത്തിന് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ടും ശബരിമലയിലെ മണ്ഡല തീർത്ഥാടന കാലത്തുൾപ്പെടെ വലിയ ജാഗ്രത കാണിച്ചുകൊണ്ടും ശബരിമലയെ അഴിമതി വിമുക്തമാക്കാൻ ശക്തമായ നിലപാടെടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രീ അഭിലാഷെ
ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അല്ല, എന്നിട്ടാണോ ശ്രീ CPM-ന്റെയോ ഗോപൻ ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെയോ സംഭവിച്ചത്? ആരെങ്കിലും ഇന്നലെ ഈ കോടതി കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യം പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയുണ്ട്. അവരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല സർ. ഇന്നലെ SIT അവരെ യോട് പറഞ്ഞ സംരക്ഷിക്കുന്ന സ്പെഷ്യൽ പ്രശ്നമില്ല. ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് അതിൽ പറഞ്ഞ മറ്റൊരു വിട്ടുവീഴ്ചയില്ല. കാര്യം കൂടിയുണ്ട്. ഇത് ദ്വാരപാലക ശില്പത്തിലും കട്ടിളയിലും ഒതുക്കേണ്ട എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന വളരെ മനോഹരമായി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ആ ശബരിമലയിലാണ് കട്ടിളപ്പടി മുതൽ ദ്വാരപാലക ശില്പം വരെ ഇത്തരത്തിൽ അടിച്ചു മാറ്റപ്പെട്ടത്. എങ്ങനെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ആനന്ദ സുബ്രഹ്മണ്യത്തിന് തന്നെ മൊഴിയുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പൂജിച്ച് ലക്ഷങ്ങളാണ് ഓരോ മനുഷ്യരുടെയും കയ്യിൽ നിന്ന് ശബരിമല അയ്യപ്പനെ വിറ്റ് കാശാക്കി ഇയാൾ വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാലത്താണ്, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ്, നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ കാലത്താണ്. ഓർക്കണം, ഈ ദേവസ്വം ബോർഡിന്റെ കൊലൂഷനെ കുറിച്ച് വളരെ വ്യക്തമായി ഈ തട്ടിപ്പുകാരും ദേവസ്വം ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ച്, അവിശുദ്ധ സഖ്യത്തെക്കുറിച്ച് സംസ്ഥാനത്തെ നീതിപീഠം തന്നെ, അതിന്റെ ദേവസ്വം ബെഞ്ച് തന്നെ പറയുമ്പോൾ പിന്നെ നമ്മൾ ഇനി അന്വേഷിച്ച് പോകേണ്ട കാര്യമെങ്കിലും ഉണ്ടോ? അത് ശരി. അപ്പൊ ഇതുവരെ CBI അന്വേഷിപ്പിക്കണം, ഈ SIT-യുടെ മേൽ വേറെ സമ്മർദ്ദം വരുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഇടപെടൽ വരുന്നുണ്ട് എന്നൊക്കെ ആക്ഷേപം മാറിയോ അഭിലാഷേ? രാജിവെക്കാൻ ഇനി വേറെ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ രാജു പറഞ്ഞ വിഷയമല്ല അവിടെ അസംബ്ലി നടന്നത്. CBI ഏൽപ്പിക്കണമെന്നാ പറഞ്ഞേ. അവർക്ക് CBI-യോട് വലിയ താല്പര്യം ഉണ്ടാവും ഇടയ്ക്ക് വെച്ച്. CBI ഏൽപ്പിക്കണമെന്നാ പറഞ്ഞേ. ഈ അന്വേഷണ കമ്മീഷൻ പിണറായിയുടെ പോലീസാണെന്നാ പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഈ അന്വേഷണ കമ്മീഷൻ 100% ഞങ്ങളാണ് കേരള ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തത്. ഏത് അന്വേഷണ കമ്മീഷൻ വെക്കാനും കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ അന്വേഷണ കമ്മീഷനോട് 100% സഹകരിക്കാൻ തയ്യാറാണ് എന്ന് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി SIT ഏർപ്പാട് ചെയ്തപ്പോ അതിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ, ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി മെനഞ്ഞാന്ന് നടന്ന ചർച്ചയിലും ആവശ്യപ്പെട്ടത് ഇതിന്റെ മേൽ പോലീസിന്റെ സമ്മർദ്ദം, പോലീസിന് മേൽ ഗവൺമെന്റിന്റെ സമ്മർദ്ദം, CPM-ന്റെ സമ്മർദ്ദമുണ്ട്, ഇത് നിഷ്പക്ഷമല്ല എന്ന് ഇന്നലത്തെ ചർച്ചയിലും മിനിയാത്ത ചർച്ചയിലും പറഞ്ഞു. ഇപ്പൊ എവിടെ നിൽക്കുന്നു? CBI വേണ്ട ഇപ്പോ. അപ്പോ ഞങ്ങൾ ഈ അന്വേഷണ കമ്മീഷനെ തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് നീരസമില്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു. CPM-ന്റെ അല്ല, ഏതൊരാൾ ഇതിൽ പെട്ടാലും ശരി, അത് ഇന്നോ വൈകുന്നേരം എന്നുള്ളതല്ലോ. കുറെ കണ്ടല്ലോ നമ്മള് ഈ ഗവൺമെന്റിനെതിരായിട്ട് എന്തെല്ലാം കൊണ്ടുവന്നു. ഈന്തപ്പഴം, ഖുറാന്, എക്സാലോജിക്ക്, ലാവലിൻ, എവിടെ നിൽക്കുന്നു ശ്രീ അഭിലാഷേ? കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഹാസ്യങ്ങളായിട്ട് തിരിഞ്ഞുകുത്തുകയല്ലാതെ ഏതെങ്കിലും ഒരാൾ അഴിമതി നടത്തിയെന്ന് നമുക്കാർക്കെങ്കിലും ബോധ്യപ്പെടുന്ന കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പൊ ദേവസ്വം ബോർഡ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ അത് അവരുടെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണല്ലോ. അന്വേഷണ സംഘത്തെ കേട്ടതിന് ശേഷമാണ് SIT-യോട് ഒരു ഇൻക്യാമറ പ്രൊസീഡിംഗ്സിൽ SIT-യോട് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം കോടതി ഇങ്ങനെ വാക്കാൽ പറയുകയല്ല, രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ എത്രമാത്രം ഗൗരവതരമാണ് സാഹചര്യം എന്ന് നമ്മൾ ഇനി ആലോചിക്കുകയേ വേണ്ട. അത്രയും ഗൗരവതരമായ സാഹചര്യമാണ് കോടതി ഇത് ഈ തരത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. എന്നിട്ടും ഇന്നും ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ദേവസ്വം ബോർഡ് മെമ്പർമാരും അതിന്റെ അധ്യക്ഷനും ആ പദവിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്, ആശ്ചര്യകരമായിട്ടുള്ളത്. ധാർമ്മികതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവർ രാജിവെച്ചു പോയില്ലേ? നിലവിലുള്ള ബോർഡിന് കോടതിയിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്നിട്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കും കേരളം. എന്താ സംഭവിക്കാൻ പോകുന്നത് കാണാം. ശരി, നമ്മൾ ഇന്ന് രാത്രി ഇതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് ആശങ്കപ്പെടണ്ട. തുടർ ദിവസങ്ങളിൽ അവർക്ക് പറയാനുള്ളത് കോടതി കേൾക്കട്ടെ, കോടതിയുടെ നിരീക്ഷണം വരട്ടെ. അതിനകത്ത് കുറ്റവാളികളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരെയാ സംരക്ഷിക്കുന്നത്? അങ്ങനെയുള്ള സംരക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് അതിൽ ആശങ്കയൊന്നും വേണ്ട.